ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പനയ്ക്കടുത്താണ് കേട്ടോ. ഈ കട്ടപ്പനയ്ക്കടുത്ത് കൽത്തൊട്ടി എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമുണ്ട്, ഒരു പഴയകാല ഗ്രാമമാണ്. അതിൻ്റെ തൊട്ടടുത്ത് മേപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ 2 ഗ്രാമങ്ങൾ കാണാനാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഇന്നത്തെ യാത്ര അങ്ങോട്ട് ആരംഭിക്കാല്ലേ. നമ്മൾ കട്ടപ്പന കുട്ടിക്കാന റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്, എന്ന ചെറുവത്താറ്. അങ്ങനെ ലബ്ബക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ലബ്ബക്കടയുടെ വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം. നമ്മളിലൂടെ പാസ് ചെയ്യുമ്പോൾ ലബ്ബക്കട കാണിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം നിലവിൽ ഈ റോഡ് പണി എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ എപ്പം വേണമെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു ഫേമസ് കോളേജാണ്. അപ്പോൾ ഈ ടൗണിൻ്റെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ ടോപ്പിലേക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇവിടെ വന്ന് ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ചായ കുടിച്ച ഒരു ചരിത്രം ഞാൻ പറയാം. ഞാനൊരു കടിഞ്ഞായും ഒരു ഉള്ളിവടെയാണ് കഴിച്ചത്. പക്ഷേ കടിഞ്ഞായ്ക്ക് 15 രൂപ എന്നോട് മേടിച്ചു കേട്ടോ. അപ്പോൾ ചായയുടെ വില എത്രയാണെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. അപ്പം എന്താണെങ്കിലും ഒരു കടിഞ്ഞായ്ക്ക് 15 രൂപ എന്നൊക്കെ പറയണത് കുറച്ചധികമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലെ ലബ്ബക്കട എന്ന JPM കോളേജിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ JPM കോളേജ് ഇടുക്കിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കോളേജാണ് കേട്ടോ. അതിൻ്റെ എല്ലാം കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മൾ ലബ്ബക്കട വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയും സാധിക്കും. അപ്പം നമ്മളിന്ന് പോകുന്നത് കൽത്തൊട്ടി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലേക്കാണ്. ശരിക്കും ഇടുക്കിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഭാഗമായിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ JPM കോളേജിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും ഇടുക്കിയുടെ തനി നാടൻ ഗ്രാമീണ വഴി കൂടെയുള്ള ഒരു മനോഹരമായിരിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് കൃഷിയിടങ്ങളാണ്. നമുക്കറിയാം കട്ടപ്പന അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ധാരാളം ഏലത്തോട്ടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇടവഴി എല്ലാം പിടിച്ച് യാത്ര നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നമ്മളൊരു ഗ്രാമീണ വഴി കൂടെയാണ് യാത്ര ചെയ്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കോളേജിൻ്റെ അതിലൂടെ കിടക്കുന്ന വഴി കൂടെ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊരു കാർഷിക വികസന മേഖലയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഏലം മേഖല ആയതുകൊണ്ട് തന്നെ ഡെവലപ്പായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൽത്തൊട്ടി എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് വളരെ ഇടുങ്ങിയ വീതി കുറഞ്ഞ ഒരു റോഡൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള റോട്ടിക്കിടയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ലബ്ബക്കടയിൽ നിന്ന് 2.5 കിലോമീറ്റർ അടുത്താണ് കൽത്തൊട്ടി കോളേജെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഇതിലൂടെ ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഈ ലബ്ബക്കട വന്ന് തിരിഞ്ഞ് കൽത്തൊട്ടി വഴി പോകുന്ന ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബസ്സൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ഒരു തവണ അങ്ങനെ ഞാൻ ഒരു 10 വർഷം മുമ്പ് 10-12 വർഷം മുമ്പ് അങ്ങനെ കയറിപ്പോയ ഒരു ഓർമ്മ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മളാ വഴിയുടെ നിർമ്മാണ കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ബസ്സൊക്കെ ഈ കൽത്തൊട്ടി വഴി അടുത്ത് തിരിച്ചു വിട്ടവരുന്നത് വെള്ളിലാങ്കണ്ടത്ത് നിന്ന് യാത്ര ചെയ്ത് ഇതിലൂടെ വന്നായിരുന്നു. ആ ഒരു സമയത്ത് വാഹനങ്ങളൊക്കെ ബ്ലോക്കാക്കിയായിരുന്നു നമ്മുടെ ചപ്പാത്ത് കട്ടപ്പന റോഡ് നിർമ്മാണ കാലഘട്ടത്തിൽ. അങ്ങനെ നമ്മൾ കൽത്തൊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ലബ്ബക്കടയിൽ നിന്ന് യാത്ര കുറച്ച് ദൂരം, ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ കൽത്തൊട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ കാഴ്ച ഇതാണ്. ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു സ്കൂൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ആസാദ് UP സ്കൂൾ കൽത്തൊട്ടി, AM UP സ്കൂൾ കൽത്തൊട്ടി എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ പുറത്തോട്ട് നടക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകണം. ഈ ഒരു സൈഡിൽ ഒരു കോൺവെൻ്റാണ് നമ്മൾ കാണുന്നത്. ആ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് SH ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു LKG UKG സ്കൂൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതൊക്കെയാണ് കൽത്തൊട്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകളുടെ തുടക്കം കേട്ടോ. ഈ കയറി ചെല്ലുന്നത് ഈ ഗ്രാമത്തിലെ ഒരു പള്ളിയാണ് കേട്ടോ, കൽത്തൊട്ടിയിലെ. നമുക്കിവിടെ ഒന്ന് കയറി ഈ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കൽത്തൊട്ടി ഗ്രാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹോളി ഫാമിലി ചർച്ച് കൽത്തൊട്ടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ ഒരു പള്ളിയുടെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
ഈ പള്ളിയുടെ സൈഡിൽ നിന്നാൽ നമുക്ക് കുറേ അധികം കൃഷിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ആ പള്ളിയുടെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് നേരെ ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഫൈനലി നമ്മൾ ലബ്ബക്കടയിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കൽത്തൊട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, ആ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു അംഗൻവാടിയുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതിനോട് ചേർന്ന് തന്നെ. അപ്പം അങ്ങനെ ഫൈനലി നമ്മളിത് കൽത്തൊട്ടി ഗ്രാമത്തിലേക്ക് എത്തിയിട്ടോ. മനോഹരമായിരിക്കുന്ന ഒരു പഴയകാല ഗ്രാമം. ശരിക്കും നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇതുവഴിയായിരുന്നു കട്ടപ്പനയ്ക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രവും വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇവിടെ 4 കൂടി ഒരു കവലയാണ് ഈ കൽത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നോക്കിയൊരു പഴയ കെട്ടിടം, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമായിരിക്കും അല്ലേ അത്. ഇത് ഇങ്ങനെ ഇടിഞ്ഞൊക്കെ വീഴാറായിട്ട് ചെരിഞ്ഞൊക്കെ പോയിട്ട് മുട്ട് കൊടുത്ത് നിർത്തിയേക്കണ പോലെ അല്ലേ. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. പുതിയ കാല ബിൽഡിങ്ങും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സൈഡും നമുക്ക് പഴയ മോഡലിൽ തന്നെ ഒരു കട നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ലൈവായിട്ട് ഈ കട ഉണ്ട്. അപ്പം ഇവിടെ വന്നാൽ 4 കൂടി ഒരു കവലയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ ലബ്ബക്കടയിൽ നിന്ന് കയറി വന്ന വഴി ഇതാണ്. ശരിക്കും ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇനി ഇവിടുന്ന് ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന വഴി കൂടെ പോയാൽ മേപ്പാറയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. ഈ വഴി നമ്മുടെ കട്ടപ്പനയ്ക്കുള്ള പഴയ വഴിയായിരുന്നു കേട്ടോ. നരിയമ്പാറയിൽ ചെന്ന് കട്ടപ്പനയ്ക്ക് പോകും. അതായത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു വഴിയുണ്ടല്ലോ, ആ വഴി പിന്നീട് നഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്ന കട്ടപ്പന ചപ്പാത്ത് പുതിയ റോഡുണ്ടായത്. ഞാനിപ്പോൾ നടന്നു പോകുന്നത് കട്ടപ്പന കുട്ടിക്കാനം ഏലപ്പാറ പഴയ വഴി കൂടെയാണ്, ഓൾഡ് വഴി കൂടെ. അതായത് നമ്മുടെ അയ്യപ്പൻ കോവിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് മുമ്പ്. അന്നത്തെ കാലഘട്ടത്തിൽ അയ്യപ്പൻ കോവിലിൽ നിന്നൊക്കെ കയറി വെള്ളിലാങ്കണ്ടം കൂടി നേരെ ഇവിടെ വന്ന് കൽത്തൊട്ടി വഴി നേരെ നരിയമ്പാറ എന്ന് കട്ടപ്പനയ്ക്ക് പോകുകയായിരുന്നു. അപ്പോൾ ആ വഴിയൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ ചപ്പാത്ത് നമ്മുടെ എല്ലപ്പക്കട കാഞ്ചിയാറ് വഴി ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലൊരു വഴി എന്നാലും ഡെവലപ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അടുത്ത നാളെ NHൻ്റെ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ ഇതിലൂടെയായിരുന്നു ബസ് സർവീസും മറ്റു വാഹനങ്ങളൊക്കെ വഴി തിരിച്ചു വിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ചരിത്ര റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ആനയെ ഓടിച്ച് കയറിയതാണ് ഇവിടെ 1952 കാലഘട്ടത്തിൽ ഇവിടെ വന്നതാണ്. ഇപ്പം ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നതാണ് കൽത്തൊട്ടി. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഒരു വികസനം ഇല്ലാതെ കൊണ്ട് ഇങ്ങനെ മുരടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ആദ്യം തെളിഞ്ഞ സ്ഥലവും കൽത്തൊട്ടിയാണ്. മനോഹരമായിരിക്കുന്ന കൽത്തൊട്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. ഈ ഗ്രാമം ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും എല്ലാവിധ ഫെസിലിറ്റികളും ഉള്ള ഗ്രാമമാണ്. ധാരാളം കടകളും അക്ഷയ സെൻറ്ററുകളും അതുപോലെ തന്നെ റേഷൻ കടകളും അംഗൻവാടിയും പാൽ സൊസൈറ്റിയും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു സുന്ദരമായിരിക്കുന്ന ഇടുക്കിയിലെ ഒരു ഗ്രാമമാണ് കൽത്തൊട്ടി എന്ന് പറയുന്നത്. ഈ കൽത്തൊട്ടി ഗ്രാമം ഇന്ന് വികസനത്തിൻ്റെ ഒരു പാതയിലാണ് കേട്ടോ. ചെറിയൊരു ഗ്രാമമാണെങ്കിലും ഏറെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കൽത്തൊട്ടി എന്ന് പറയുന്നത്. കാരണം നിരവധി ഫിലിമുകളാണ് ഇതിനോടകം ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ജല്ലിക്കെട്ട് എന്ന് പറയുന്ന പടമാണ്. അപ്പോൾ ഈ ജല്ലിക്കെട്ടിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത ഗ്രാമമായിരിക്കുന്ന മേപ്പാറ ഗ്രാമത്തിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേപ്പാറ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാവേ. അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൽത്തൊട്ടി എന്ന് പറയുന്ന ഈ മനോഹര ഗ്രാമവും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.